ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതിലിപ്പോൾ തിരുവഞ്ചൂരിന്റെ റോൾ അത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്താണ് സോളാർ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചത് എന്ന്, അതായത് സമ്മർദ്ദം ചെലുത്തി LDF-ന് മേലെന്ന്. അതിന്റെ പേരിൽ തിരുവഞ്ചൂരിന്റെ മേലും കുറേയേറെ പഴികൾ വന്നിരുന്നതാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം ഒത്തുതീർപ്പിന് വഴങ്ങുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ പലതും അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയം ഒരു കാര്യം പറയുന്നു, ജോൺ ബ്രിട്ടാസും ഞാനും കൂടി ശ്രമിച്ചാണ് ഈ ഒത്തുതീർപ്പിലെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫോൺ വിളിയിൽ അത് ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ വിളിക്കുന്നു, അവിടെ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് തിരുവഞ്ചൂരിലെത്തുന്നു, പിന്നെ ഒടുവിൽ ഉമ്മൻചാണ്ടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു, അവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ 2 ദിവസം മാത്രം ഈ സമരം നീണ്ടു നിൽക്കുന്നു. ഇതിലിപ്പോൾ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. കാരണം ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടത്തി എന്നതിന്റെ പേരിൽ അവിടെയാണ് ഈ ഡീലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആരാണ് ആദ്യം വിളിച്ചത് എന്ന ഒറ്റ കാര്യത്തിൽ നിൽക്കുന്നു. ജോൺ ബ്രിട്ടാസ് പറയുന്നു ഞാനല്ല വിളിച്ചത്, എന്നെ തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്ന്. തിരുവഞ്ചൂർ പറയുന്നു ഞാനല്ല വിളിച്ചത്, ബ്രിട്ടാസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന്. എന്തിനാണ് ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആരോപണം എന്നല്ല, ഈ കള്ളക്കളികൾ നടത്തുന്നത്? വസ്തുത എന്താണെന്ന് തുറന്നു പറഞ്ഞുകൂടെ? ശ്രീ മഞ്ജുഷ്, നോക്കൂ, ഇതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്ന ആളാരുണ്ട്? അത് കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ആദ്യം വിളിച്ചതോ രണ്ടാമത് വിളിച്ചതോ ആവട്ടെ, കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ചാനൽ ജയ്ഹിന്ദിന്റെ ചീഫ് എഡിറ്ററോ ഞങ്ങളുടെ മുഖപത്രമായ വീക്ഷണത്തിന്റെ എഡിറ്ററോ ഒന്നും അല്ലല്ലോ. അന്ന് അവിടെ നിന്ന് സർക്കാരിന്റെ ഭാഗമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്. വളരെ ക്ലിയർ ആണല്ലോ. അല്ല, അപ്പുറത്തൊന്നും അങ്ങനെയാണ്. അപ്പുറത്ത് നിന്ന് കൈരളി ചാനലിന്റെ MD അല്ല ഇടപെട്ടത്, അവിടെ CPM-ന്റെ അംഗമാണ് അദ്ദേഹം. CPM-ന്റെ നേതാവാണ് അദ്ദേഹം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കൈരളി TV-യുടെ MD എന്ന നിലയിലല്ല ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത്, പക്ഷെ അവിടെ പാർട്ടിക്കാരൻ എന്ന രീതിയിലാണെന്ന്. അല്ലല്ലോ, ബ്രിട്ടാസ് എല്ലാ കാലത്തും നമ്മൾ ഈ ദല്ലാൾ നന്ദകുമാർ എന്നൊക്കെ പറയുന്ന പോലെ CPM-ന്റെ ഓൺ ദല്ലാളാണ്. അത് എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം. ഇന്നും BJP-യുമായി നോക്കൂ, ജഗദീപ് ധൻഖറും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എത്രയോ വലുതാണ്. BJP-യുമായി കേന്ദ്രത്തിൽ ചില കേസുകളിലൊക്കെ ദല്ലാൾ പണി ചെയ്യുന്നത് ബ്രിട്ടാസ് തന്നെയാണ്. വളരെ വിത്ത് ഓൾ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ് ഞാനത് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, ഈ കേസിൽ ഞങ്ങളുടെ പക്ഷം എന്താണ് ഇടപെട്ടിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്? അത് സംസ്ഥാനത്തെ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്. എന്തുകൊണ്ട് ഇടപെട്ടു കൂടായികയുള്ളത്? കാരണം CPM പോലെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന, ഞാൻ വളരെ തുറന്ന് സമ്മതിക്കുകയാണ്, പ്രവർത്തിക്കുന്ന എന്ത് മണ്ടത്തിനും വിളിച്ചു പറഞ്ഞാലും അത് കേട്ട് കൊടി പിടിക്കാൻ കുറേയേറെ പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം തീരുമാനിക്കണം മുഖ്യമന്ത്രി രാജിവെച്ചിട്ടേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ബാഗും കെട്ടിപ്പറക്കി എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് എത്തുന്നു, സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. ഒരു ബ്രാഞ്ചിൽ നിന്ന് 2 അംഗങ്ങളെ വീതം CPM സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുന്നു. അവരോട് പറയുന്നു നിങ്ങൾ 2 ആഴ്ച കാലത്തേക്ക് എല്ലാം കരുതി വേണം വരാൻ, അത് കഴിയുമ്പോൾ ബാക്കി 2 അംഗങ്ങളെ ഞങ്ങൾ തിരിച്ചു വിളിക്കും, അവർ വരണം. അങ്ങനെ വരുമ്പോ സർക്കാർ 2 രീതിയിലാണ് ഇടപെടുക. ഒന്ന്, സർക്കാർ ഭരണപരമായി ഇടപെടും. ആ ഇടപെടലാണ് അന്ന് സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്നു. CPM-ഓ AKG സെന്ററോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനോ പോലും പ്രതീക്ഷിക്കാത്തൊരു മൂവാണത്. വളരെ കൃത്യമായി കോൺഗ്രസ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തീരുമാനിക്കുന്നു സെക്രട്ടേറിയറ്റിന് അവധി. സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചാൽ ഇവർ ഏത് സെക്രട്ടേറിയറ്റാണ് വളയുക? രണ്ടാമതായി ഇവരുടെ ചില പാർട്ടി കേന്ദ്രങ്ങളായി അന്ന് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ സ്ഥലങ്ങൾ, ഇൻക്ലൂഡിങ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ളവർ ഞങ്ങൾ അവധി പ്രഖ്യാപിക്കുന്നു. അവിടേക്ക് പാർട്ടി പ്രവർത്തകർക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ പഴുതടച്ച സുരക്ഷ ഉണ്ടാക്കുന്നു. അതായത് യാതൊരു സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചലിക്കാനാവാത്ത രീതിയിൽ ആ സമരം തിരുവനന്തപുരത്തെത്തി ഉദ്ഘാടനത്തിന് ശേഷം നിശ്ചലമാകുന്ന രീതിയിൽ അന്നത്തെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഇടപെട്ടു. അത് ഭരണപരമായുള്ള ഇടപെടലാണ്. രണ്ടാമതായി ഇന്ന് ശ്രീ തിരുവഞ്ചൂർ അടക്കമുള്ളവർ പറയുന്നത് വിശ്വാസത്തിൽ എടുക്കുമ്പോൾ വളരെ കൃത്യമായി ഈ പാർട്ടി സംവിധാനത്തിന് അന്ന് VS അച്യുതാനന്ദന്റെ പിടിവാശിയുടെ പുറത്ത് എടുത്തുചാടി പ്രഖ്യാപിച്ച ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? മുമ്പോട്ട് പോകണമെങ്കിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കണം, മലമൂത്ര വിസർജനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കണം. ഇതെല്ലാം കൂടെ AKG സെന്ററിൽ നടപ്പിലാവുമായിരുന്നില്ല. 3, ഇവർ സമരം ചെയ്യാൻ വേണ്ടി വന്ന സെക്രട്ടേറിയറ്റിന് ഓൾറെഡി മുഖ്യമന്ത്രി എന്ത് പ്രഖ്യാപിച്ചു? അവധി പ്രഖ്യാപിച്ചു. പിന്നെ ഇവരുടെ സമരം നിരർഥകമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് പിൻവലിച്ച് പുറകോട്ട് പോകാൻ അവർക്കൊരു റീസൺ വേണം. അവർക്ക് രാഷ്ട്രീയ മാന്യത അവരെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ രാഷ്ട്രീയ മാന്യത സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവർ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് അന്നത്തെ
ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ബന്ധപ്പെടുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കാം. ശരി, അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുന്നു. താങ്കൾ പറയുന്നത് സർക്കാരിന് ഇത് അത്യാവശ്യമായിരുന്നു, സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. അതാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയത്. അത് സർക്കാരിന്റെ വിജയമാണെന്ന്